ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകൾ, പ്രത്യേകിച്ച് ഖത്തറും പാകിസ്ഥാനും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ, മത്സരം എന്ന് പറഞ്ഞാൽ ആരാണ് നെഗോഷിയേറ്റർ. ഈ തർക്കത്തിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ടൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വാർത്തയുടെ ഇടയിൽ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ പ്രകടമായിട്ട് തന്നെ ഇപ്പം തോടൊക്കെ പൊളിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ഈ നെഗോസിയേഷൻ്റെ കൃത്യമായിട്ടുള്ള ക്രിട്ടിക്കൽ മൂവ് ആരാണ് നടത്തിയെന്ന് പറഞ്ഞാൽ ഖത്തറാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് താഴോട്ട് പോയിരിക്കുകയാണ്. ആഘോഷിക്കാൻ വേണ്ടി മാത്രം ക്രെഡിറ്റ് ആർക്ക് കിട്ടും, അതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. പാകിസ്ഥാൻ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ലയെന്നില്ല. ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യം അവരുടെ വിഷയങ്ങളെ പ്രോത്സാഹിപ്പിച്ചോ അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്തോ സംസാരിക്കുന്നോ എന്നവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അവർ ഇന്ത്യ നമ്മളെ എങ്ങനെ കാണുന്നു എന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഡീൽ ഒപ്പിടുന്നതായിട്ടുള്ള അറിയിപ്പുകളൊക്കെ വന്നല്ലോ. ആദ്യമേ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫാണ് ഇതിനെക്കുറിച്ചുള്ള പോസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ട്രംപ് പബ്ലിഷ് ചെയ്തത്. ഇത് അസാധാരണമായിട്ടുള്ളൊരു വിഷയമാണ്, കാരണം ട്രംപാണ് എല്ലാ കാലത്തും ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് ട്രംപിന് മുന്നേ തന്നെ, ട്രംപ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൺഫേം ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പബ്ലിഷ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ തുടർന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഡിജിറ്റൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു നെക്സ്റ്റ് ഡേ തന്നെ അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഇവർ ഷഹബാസ് ഷെരീഫ് പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്നു, കനത്ത കരഘോഷങ്ങൾ, അതുപോലെ തന്നെ അപ്രിസിയേഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഖാജ ആസിഫ്, പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖാജ ആസിഫ് പറയുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ട്രംപിനെ പ്രശംസിച്ച് ട്രംപിൻ്റെ മുന്നിലിരുന്ന് ഇറാൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ നിങ്ങൾ എടുത്ത തീരുമാനം വളരെ നല്ലതാണ് എന്നുള്ള രീതിയിൽ അമേരിക്കയെ അഭിനന്ദിച്ച് സംസാരിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനെക്കുറിച്ചും പാകിസ്ഥാൻ എടുത്ത ഒരു ശ്രമം, അതുപോലെ തന്നെ ആ ഒരു കോൺട്രിബ്യൂഷൻ, അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്ന് പാകിസ്ഥാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ ഇരുന്ന് പറയാണ്. ഇത് 2 ദിവസത്തിന് മുമ്പ്. कल मोदी ने बयान दिया है, मुबारक दे रहा है वो ट्रंप को, प्रेसिडेंट ट्रंप को. उसको इतना दिल गुर्दा नहीं है उसमें कि उसमें पाकिस्तान का नाम जो है वो शामिल करे, जिसकी छप्पर छांव के नीचे ये सारा कुछ हो रहा है अल्लाह के फजल करम से. ये लम्हात जो है कौमों की तारीख में बड़ी बड़ी मुद्दत के बाद आते हैं, सदियों के बाद आते हैं, और वो तारीख के सुनहरे हरूफ बन जाते हैं. हमें फख्र करना चाहिए, सबको फख्र करना चाहिए. ये फख्र जो है हमारा कॉमन है. ये अगर पाकिस्तान का नाम ऊंचा हुआ है, इज्जत में इजाफा हुआ है, तो सारे पाकिस्तानियों के लिए है. उनके सियासी सोच क्या है, उनको शिकायतें क्या हैं, वफाक से शिकायतें हैं, सूबों से शिकायतें हैं, किसी से भी शिकायतें हैं. लेकिन मेरा ख्याल है कि these moments of jubilation. അപ്പോൾ അതായത് പാകിസ്ഥാനിന് ആരുടെ അംഗീകാരമാണ് വേണ്ടത്? ഇന്ത്യ എന്ത് പറയുന്നു, ഇന്ത്യ എന്ത് ചിന്തിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് പറയണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള റൈറ്റ് അവർക്കുണ്ടോ? ഇല്ല. ഇന്ത്യ മാത്രമാണോ പാകിസ്ഥാനെ കുറിച്ച് ഒന്നും പറയാത്തത്? ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് പാകിസ്ഥാനെ കുറിച്ച് ഒന്നും തന്നെ പറയാത്തത്. ഇവിടെ പാകിസ്ഥാൻ്റെ റോൾ ഒരു ചാനലാണ്, ബാക്ക് ചാനൽ. അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ബാക്ക് ചാനൽ ആവശ്യമായിരുന്നു, അവർ പാകിസ്ഥാനെ ഉപയോഗിച്ചു. പാകിസ്ഥാൻ ഇറാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്. സോ അവർ വിശ്വസിക്കുന്ന ബിലീഫ് സിസ്റ്റം ഇതെല്ലാം തന്നെ അമേരിക്ക പാകിസ്ഥാനെ ചൂസ് ചെയ്ത് ഈ ദൗത്യം ഏൽപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് അമേരിക്കയ്ക്ക് വേറെ ഒരു സോഴ്സ് ഇല്ലായിരുന്നു. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള മീഡിയേറ്റർ ആയിട്ടുള്ള രാജ്യങ്ങളായിക്കോട്ടെ എല്ലാവർക്കും എതിരെ ഇറാൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നൊരു ഓപ്ഷനാണ് പാകിസ്ഥാൻ. അതാണ് അമേരിക്ക കൃത്യമായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ പാകിസ്ഥാൻ വിചാരിച്ചത് പാകിസ്ഥാനാണ് ഈ ഡീൽ ഓൺ ചെയ്യുന്നത്, ഇത് പാകിസ്ഥാൻ്റെ ഡീലാണെന്നാണ് പാകിസ്ഥാൻ കരുതിയിരിക്കുന്നത്. പാകിസ്ഥാൻ ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആണ് എന്നുള്ളത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ പാകിസ്ഥാനില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അവരൊരു ഗ്ലോബൽ ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ അവരെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളും അവരുടെ ആറ്റിറ്റ്യൂഡെല്ലാം അങ്ങനെയായിട്ട് മാറി. പക്ഷെ ഇവിടെ സത്യത്തിൽ സംഭവിച്ചെന്താണ്? സത്യത്തിൽ പാകിസ്ഥാൻ വഴിമുട്ടി നിന്നിരുന്ന സാഹചര്യത്തിൽ അവിടെ
ഖത്തർ ജമ്പിൻ ചെയ്യാണ്. ഖത്തർ 17 മണിക്കൂർ ഇറാനുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് ഇറാൻ ഈ ഡീലിന് വഴങ്ങിയത്, MOU സൈൻ ചെയ്യാൻ തയ്യാറായത്. ഇതാണ് യാഥാർത്ഥ്യം. 17 മണിക്കൂർ ഖത്തറിൻ്റെ പ്രതിനിധികൾ ഇറാനിൽ വിസിറ്റ് ചെയ്ത് തെഹ്റാനിൽ ഇറങ്ങി അവിടെ 17 മണിക്കൂർ നീണ്ട ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പാകിസ്ഥാനിന് 17 മണിക്കൂർ ഈ വിഷയത്തിൽ ഇത്ര ഗഗനമായിട്ട് ചർച്ച നടത്താനുള്ള കപ്പാസിറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഈജിപ്തിലെ ഷർമൽ ഷെയ്ഖിൽ നിന്ന് സംസാരിച്ചത് നമ്മൾ കേട്ടതല്ലേ. അപ്പം അത്തരത്തിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അവരുടെ ആരും തന്നെ പോയിട്ട് ഇത്തരത്തിൽ അവർ ചായയൊക്കെ കുടിക്കും, സലാം അലൈക്കും ഒക്കെ പറയും, അതെല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ ബാക്കിയൊന്നും അവിടെ നടക്കില്ല. അതാണ് ഈ ഇഴഞ്ഞുകൊണ്ടിരുന്നത്. ആ ഇഴഞ്ഞുകൊണ്ടിരുന്ന ആ പ്രവൃത്തിക്ക് ഒരു സ്റ്റോപ്പ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലേക്ക് എത്തിച്ചത് ഖത്തറാണ്. ഖത്തറിൻ്റെ അമീർ G7 സബ്മിറ്റിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ പാകിസ്ഥാന് ക്ഷണമൊന്നുമില്ല. G7 ഗ്ലോബൽ ലീഡറായിട്ട് ഉയർന്നു വരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവർക്ക് G7 അവരെ ക്ഷണിച്ചില്ല, അവർക്ക് അതിനെക്കുറിച്ച് പരാതിയൊന്നുമില്ല. അപ്പം ഖത്തറിൻ്റെ രാജാവിനെ പുകഴ്ത്തുകയാണ്. യുവർ ഗ്രേറ്റ് എഫേർട്ട് നിങ്ങൾ ചെയ്തത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഖത്തർ എടുത്ത എഫേർട്ടിനെ കുറിച്ച് വളരെയധികം താങ്ക്ഫുൾ ആയിട്ടാണ് ട്രംപ് ഖത്തർ അമീറിനോട് സംസാരിച്ചത്. അവിടെ ഒരിക്കലും പാകിസ്ഥാൻ്റെ ഒരു വാക്ക് പോലും പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, വരുന്ന വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വിയന്നയിൽ വെച്ചിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഫിസിക്കലി ഡോക്യുമെൻ്റ് സൈൻ ചെയ്യും എന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓപ്പണായിട്ട് ട്വീറ്റ് ചെയ്ത ഡേറ്റയാണിത്. വെള്ളിയാഴ്ച നടന്നോ? നടന്നില്ല. അതിന് പകരം, അതായത് ഞാൻ എഴുതേണ്ട എഴുത്ത് എനിക്ക് മുന്നേ നീ ട്വീറ്റ് ചെയ്ത്, ആര്? ഷഹബാസ് ഷെരീഫ്. ഇതൊക്കെ ട്രംപിന് വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് വിയന്നയിൽ പോയി ഞാൻ ഒപ്പിടുന്നില്ല, ഞാൻ ഫ്രാൻസിൽ വെച്ച് ഒരു ദിവസം മുന്നേ കൂട്ടി തന്നെ ഞാൻ ഒപ്പിടുകയാണെന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിൽ വെച്ച് തന്നെ ട്രംപ് വ്യാഴാഴ്ച രാത്രി തന്നെ ഒപ്പിട്ട് ഡിജിറ്റലി സൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവന പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അത് അമേരിക്ക മാത്രമല്ല, ഇറാൻ്റെ മസൂദ് പെസസ്കിയാനും അതും ഫോട്ടോയും വിത്ത് ട്രംപിൻ്റെ സിഗ്നേച്ചർ സഹിതമുള്ള ആ ഒരു MOUവിൻ്റെ കോപ്പി അത് കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതായത് നാളെ ഒപ്പിടുമെന്ന് പറഞ്ഞ് ഷഹബാസ് ഷെരീഫിൻ്റെ ആ ട്വീറ്റിനൊപ്പം എന്ത് വിലയാണുള്ളത്? പട്ടി വില, അത്രയേ ഉള്ളൂ. ഇത് ഷഹബാസ് ഷെരീഫിന് മനസ്സിലായിട്ടില്ല. എനിവേ പാകിസ്ഥാൻ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്തിട്ടുണ്ട്. അത് ആരും തന്നെ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആ ഫുൾ ക്രെഡിറ്റ്, ആ ഡീൽ ഞങ്ങളാണ് ഓൺ ചെയ്യുന്നത് എന്നുള്ള ഓണർ ഓഫ് ദ ഡീൽ, അത് പാകിസ്ഥാനല്ല. അത് പാകിസ്ഥാൻ മനസ്സിലാവുന്നില്ല. ഖത്തർ ഈ മീഡിയേഷൻ എന്ന് പറഞ്ഞ വിഷയത്തിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യയിൽ ഈ മീഡിയേഷൻ, അതുപോലെ ഖത്തർ പല രാജ്യങ്ങളുടെയും മീഡിയേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് അമേരിക്ക താലിബാൻ ഇഷ്യൂ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസിൻ്റെ വിഷയമായിക്കോട്ടെ, ഇതുപോലെ പല രാജ്യങ്ങളുടെയും മീഡിയേഷൻ ഖത്തറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ സൈഡിലും ഈ സൈഡിലും രണ്ട് സൈഡിലും ബന്ധമുണ്ട്. തീവ്രവാദികളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്, അതേപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ അത് ഖത്തർ ഈ മീഡിയേഷൻ എന്ന് പറഞ്ഞ റോളാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കുറേ കാലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഖത്തറിന് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. അവരത് നടപ്പിലാക്കി. ഈ ഡീലിൻ്റെ ക്രെഡിറ്റ് പാകിസ്ഥാന് മാത്രം ഒതുങ്ങാൻ പാടില്ല എന്ന് ഖത്തറിന് നിർബന്ധമുണ്ടായിരുന്നു. ഖത്തർ ആ വിഷയത്തിൽ കൃത്യമായിട്ട് കയറി ഗോൾ അടിച്ചു. ഖത്തർ അതിൻ്റെ ക്രെഡിറ്റ് അങ്ങ് കൊണ്ടുപോയി. ലാസ്റ്റ് 1 വീക്ക് കൊണ്ട്, ജസ്റ്റ് 1 വീക്ക് കൊണ്ട് ഇറാനുമായിട്ട് സംസാരിച്ച് കൃത്യമായിട്ടൊരു 17 മണിക്കൂർ നീണ്ട ചർച്ച നടത്തി കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഡീലിലേക്ക് അവരെ കൊണ്ടുവന്നു. ഇവിടെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു, ഖത്തർ വിജയിച്ചു. പാകിസ്ഥാൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പാകിസ്ഥാൻ്റെ പ്രശ്നം, പാകിസ്ഥാനെ ഇറാന് വിശ്വാസമില്ല. പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഒരു ഡീൽ സൈൻ ആയി കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്കെങ്കിലും അത് ഫോളോ ചെയ്യപ്പെടും എന്നുള്ളൊരു ട്രസ്റ്റ് അമേരിക്കയ്ക്കുമില്ല. അപ്പോൾ ഈ ക്രെഡിബിലിറ്റി ഇല്ലായ്മയാണ് ഇവരുടെ പ്രശ്നം. ഇവർക്ക് ക്രെഡിബിലിറ്റി ഇല്ല പാകിസ്ഥാൻ. അതാണ് പാകിസ്ഥാനെ ചവിറ്റുകൊട്ടയിലിട്ടതുപോലെ അങ്ങ് മാറ്റിക്കളഞ്ഞത്. എങ്ങനെ ഇസ്ലാമാബാദ് ടോക്ക് വിയന്നയിലെത്തി? ഖത്തറാണ് കളിച്ചത്. ഖത്തർ കൃത്യമായിട്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വിയന്നയിൽ. അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾ അത് പല എഗ്രിമെൻറ്റുകളും വിയന്ന കരാർ, ജനീവ കരാർ, ഇങ്ങനത്തെ UN നേതൃത്വത്തിൽ വരുന്ന കരാറുകളെല്ലാം തന്നെ ഇങ്ങനെയാണ് ഒപ്പിടുന്നത്. ഇറാനും ഈ എഗ്രിമെൻറ്റ് UN ബന്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഈ വിയന്ന അല്ലെങ്കിൽ ജനീവ ഇത്തരത്തിലുള്ള ഏരിയകളിൽ ബന്ധിപ്പിച്ച് ചർച്ച നടത്തി അവിടെ ഒപ്പിട്ട് ഇതിനെ UN സബ്മിറ്റ് ചെയ്ത്, അതുപോലെ തന്നെ UN ഇത് കാരണമായി കാണിച്ചുകൊണ്ട് അവർക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗത്തു നിന്ന് വെച്ചിരിക്കുന്ന സാങ്ഷൻസ് എല്ലാം തന്നെ ലിഫ്റ്റ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന രീതിയിലാണ് അവർ നീങ്ങുന്നത്.
ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞാണ് ഇറാനെ കൺവിൻസ് ചെയ്ത് വിയന്നയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഫസ്റ്റ് ലെവൽ ചർച്ചയിലേക്ക് നിരവധി പേര് പോയിട്ടുണ്ട്. ഇപ്പം JD വാൻസ് ആണ് ഈ ചർച്ചയിലേക്കുള്ള അജണ്ട ലീഡ് ചെയ്യുന്നത്. എന്തൊക്കെ പോയിന്റുകളാണ് ഇതിനകത്ത് സംസാരിക്കേണ്ടതെന്നുള്ളത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാഡ് കുഷ്ണർ, അതുപോലെ തന്നെ ബ്രാഡ് കൂപ്പർ, സെൻകോമിൻ്റെ പുള്ളിക്കാരനും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ബാസ് അരക്ചി പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് പാകിസ്ഥാൻ്റെയും ഖത്തറിൻ്റെയും പ്രതിനിധികൾ, ഖത്തറിൻ്റെ വലിയൊരു ടീം തന്നെ വിയന്നയിലുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധികൾ 2 പേര് ഒപ്പമുണ്ട്. പാകിസ്ഥാൻ അല്ല ഇന്ന് ചർച്ച ലീഡ് ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ പേരുണ്ട്, അല്ലാതെ പാകിസ്ഥാൻ അല്ല ചർച്ച ലീഡ് ചെയ്യുന്നത്. ഖത്തറാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. ഖത്തർ ഇപ്പോൾ ഇറാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ അമേരിക്ക വിരിക്കുന്ന വലയിൽ ഇപ്പം അമേരിക്കയ്ക്ക് എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അത് ഖത്തർ ത്രൂ നടപ്പിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ മാതൃകയിലൊക്കെ ചില ഫോർമുല രൂപപ്പെട്ട് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇറാനെ ഒന്ന് ഊറ്റാനുള്ള ശ്രമം കൂടി അമേരിക്ക നോക്കുന്നുണ്ട്. 30 ബില്യൺ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ അത് കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ശ്രമിക്കും. അത് ത്രൂ ഖത്തർ വഴി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഖത്തർ ട്രംപിന് ഓഫർ ചെയ്ത ആ ലക്ഷറി എയർക്രാഫ്റ്റ് അത് റെഡി ആയിരിക്കുകയാണ്. അത് ഇന്നലെ ഇനോഗ്രേറ്റ് ചെയ്തു. ട്രംപ് കയറി വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. വലിയൊരു 200x200 കിങ് സൈസ് ബെഡൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വുഡ്, ഹൈ ക്വാളിറ്റി വുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് അവിടെ നിന്ന് ഈ എയർക്രാഫ്റ്റിനെ വലിയ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആഘോഷിക്കുന്നവർ, അതാണ് ആഘോഷങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഇത് ഖത്തർ ബ്രൈബായിട്ട് കൊടുത്ത എയർക്രാഫ്റ്റാണ്. But our pilots, designers, and engineers prepared an aircraft that is the largest Air Force One ever built. It flies further and faster than any Air Force One. Those are the giant engines. Those are incredible engines. It's the fastest. Flies further. You don't have to stop for fuel every few hours. You maybe will never have to stop for fuel. It's got, they call it unlimited. Well, it's pretty close to unlimited, and which is among the most beautiful aircrafts the Air Force will ever see or operate. You'll never have this opportunity again, and I want to thank everybody involved. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോളും. ഖത്തറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും പിന്നെ ഈ ജെറദ് കുഷ്ണറിനെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജെറദ് കുഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ്, ഇവർക്കൊക്കെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ, താല്പര്യങ്ങൾ, ഇവരുടെ റിയൽ എസ്റ്റേറ്റ് മേഖല, ട്രംപ് തന്നെ ഏതാണ്ട് 3000-ലധികം ട്രേഡാണ് ഈ കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ആഴ്ചകളിലും സ്റ്റോക്ക് മാർക്കറ്റ് മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ലാഭം കിട്ടുന്ന തരത്തിൽ പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ അടിച്ചിറക്കിക്കൊണ്ട് 3000-ലധികം ട്രേഡാണ് ട്രംപ് മാത്രം നടത്തിയിരിക്കുന്നത്. അത് ലാഭകരമായിട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ബിസിനസ് മൈൻഡോട് കൂടിയാണ് അമേരിക്ക ഭരിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ്. മറ്റൊരു സൈഡിൽ റഷ്യ-ഉക്രൈൻ യുദ്ധം. ഉക്രൈൻ ശക്തമായ രീതിയിൽ മോസ്കോ കേന്ദ്രീകരിച്ച് 2 ദിവസങ്ങളായിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 200-ലധികം ഡ്രോണുകൾ, അതുപോലെ തന്നെ ഹീലിയം ബലൂണുകൾ വഴി 10,000 കിലോ ക്യാരിയിങ് കപ്പാസിറ്റിയുള്ള ബലൂണുകൾ, ഹീലിയം ബലൂണുകൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബോംബ് വെച്ച് മോസ്കോയുടെ മുകളിലേക്ക് പരത്തി വിടുകയാണ്. അത് ബലൂൺ വെടിവെച്ച് കഴിഞ്ഞാൽ ബോംബ് താഴെ വീഴും. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ റഷ്യ, ഇതൊരു പുതിയ ഒരു ടെക്നിക്കാണ്. ഈ ബലൂൺ ആയതുകൊണ്ട് തന്നെ റഡാറിലും ഇത് പെടുന്നില്ല. അങ്ങനെ റഷ്യ ശരിക്കും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസം കൊണ്ട്. Жар сюда пришел. Мазука спортная. Mana lagi masuk ke semua. റഷ്യ മാരകമായ രീതിയിൽ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സമി റീജിയനിലും ഡിനിപ്രോ റീജിയനിലൊക്കെ റഷ്യ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഉക്രൈൻ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നടത്തിയ ആക്രമണം വളരെ വലുതാണ്. റഷ്യ അതിന് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധം വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കാരണം ഉക്രൈൻ ടെക്നോളജിക്കലി യുദ്ധത്തിനെ അപ്രോച്ച് ചെയ്യാണ്. റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ഫ്രണ്ട് ലൈനിൽ ഇപ്പം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉക്രൈൻ്റെ ഉള്ളിൽ നിന്നും ആർമിയിലേക്ക് ഒരു യുവാക്കളും പോയി ചേരുന്നില്ല. ചിലരൊക്കെ ഒളിച്ചോടുകയാണ് തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ. പിടിച്ച് നിർബന്ധമായിട്ട് ഇവരെ കൊണ്ടുപോയി ആർമിയിൽ ചേർക്കുകയാണ് ഉക്രൈൻ. കാരണം ഉക്രൈന് ഷോർട്ടേജ് ഉണ്ട്. അവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം റോബോട്ടിക്കാണ്.
റോബോട്ടിക് സിസ്റ്റം വെച്ചിട്ട് ഇപ്പം മെഷീൻ്റെ മുന്നിലൊക്കെ മനുഷ്യൻ വിട്ട് കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. മെഷീൻ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് എത്ര വേഗത്തിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് ടാർഗറ്റ് ലോക്ക് ചെയ്ത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യും. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. കൊറിയൻ സോൾജേഴ്സാണ് റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് ലൈനിൽ ഇപ്പം പടപൊരുതുന്നത്. ഇനി എത്ര പേര് ഇപ്പോൾ ഇതിനകത്ത് കൊല്ലപ്പെടുന്നുള്ളത് നമുക്കറിയില്ല. സ്ഥിതിഗതികൾ ഗുരുതരമായി മുന്നോട്ട് പോവാണ്. ക്രൈമിയയെ ഉക്രൈൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ 4 പാലങ്ങളും അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ക്രൈമിയ ഐസൊലേറ്റഡ് ഫ്രം റഷ്യ. ഇതെങ്ങനെയാണ് റഷ്യ ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ഒരു ഡീപ്പ് ക്രൈസിസ് ലെവലിലാണ് റഷ്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ട് യുദ്ധത്തിനെ കൊണ്ടുപോയതാണ്. ആക്രമണം നടത്തുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് അറ്റാക്ക് നടത്തി അതിലൊരു ഫിനിഷിംഗ് ലൈനിൽ കൊണ്ടുവരണമായിരുന്നു, അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ പോയിന്റിലേക്ക് എത്തിയിട്ട് നെഗോസിയേഷൻ നടത്തണമായിരുന്നു. ഇതിങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഉക്രൈൻ ഈ യുദ്ധത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ആ യുദ്ധത്തിനെ റെക്ടിഫൈ ചെയ്യാനും ആ യുദ്ധത്തിനെ എങ്ങനെ നേരിടണം എന്നുള്ളതും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അത്ര ലെങ്തി ആയിട്ട് 4 വർഷത്തിലധികം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ വർഷത്തിൽ അവർ നേരിട്ട പരാജയങ്ങളൊക്കെ അവർ ടെക്നോളജിക്കലി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ അവർ എഫേർട്ട് ഇട്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എനിവേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.